നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കള എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വീടിന്റെ അടുക്കള പരിശോധിച്ചാൽ മതി എന്ന് പറയാറ്. സാധാരണ ഒത്തിരി വീടുകൾ 10-35 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോഴും ആ അടുക്കള ശ്രദ്ധിക്കുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതിയും അതേപോലെ തന്നെ അവരുടെ സ്വഭാവം ഉൾപ്പെടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുക്കളയിൽ നമുക്ക് ഒരിക്കലും വയ്ക്കാൻ പാടില്ലാത്ത 3 ഐറ്റത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും ആ വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യുന്നത്. ഇതിന് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് എടുക്കുന്ന രീതിയാണ്. മറ്റൊരു കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് സാറേ കോയക്കവും അതേപോലെ തന്നെ ഭാഗ്യ സ്ഥലങ്ങൾ, അതായത് ഭാഗ്യ ദിശകൾ എവിടെയൊക്കെയാണ് വരുന്നത്, ഭാഗ്യത്തിൽ കളർ ഏതാണ്, ഇതിനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് നിങ്ങളുടെ കോയക്കവും നിങ്ങളുടെ കളറും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ ദിശയൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഡയറക്ഷനും കൂടെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയണമെങ്കിൽ അങ്ങനെ അറിയാം, അല്ലെ ഫാമിലിയിലുള്ള മൊത്തം അംഗങ്ങളായിട്ട് അറിയണമെങ്കിൽ അങ്ങനെ അറിയാം. അത് ചെറിയൊരു ഫീസുണ്ട്, അത് വിളിച്ച് കഴിഞ്ഞ് പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഡയറക്ഷൻ, ഇത്രയും എനിക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ മറുപടി നിങ്ങൾക്ക് ഇട്ട് തരാം. പിന്നെ ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലിയിലുള്ള 4 മെമ്പേഴ്സിനൊക്കെ ആണെങ്കിലും നമുക്ക് അതേപോലെ ചെയ്യാം. അതിൽ കുറച്ച് ചാർജ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ അതിനകത്ത് വിളിച്ചോളൂ. നമുക്ക് അടുക്കളയിൽ പാടില്ലാത്ത, ഒരിക്കലും അടുക്കളയിൽ കൊണ്ട് വയ്ക്കാൻ പാടില്ലാത്ത ഒരു 3 വസ്തുക്കളെ കുറിച്ച് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ചെരുപ്പ്, ഈ പുറത്തൊക്കെ പോയിട്ട് വരുന്ന ചെരുപ്പുകൾ എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ കിച്ചണിൽ ഒരു ചെറിയ ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വയ്ക്കാറുണ്ട്. ഒരു കാരണവശാലും ചെരുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല. അടുക്കളയിൽ ഇട്ടുകൊണ്ട് പെരുമാറുന്ന ചെരുപ്പ് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ ചെരുപ്പ് നമ്മുടെ അടുക്കളയിൽ, പാദരക്ഷകൾ അടുക്കളയിൽ ഒരു കാരണവശാലും സൂക്ഷിച്ചു വയ്ക്കരുത്. അത് വലിയ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. കാരണം പുറത്ത് പോയിട്ട് വരുമ്പോൾ അതിലൊത്തിരി നെഗറ്റീവ്സ് ഉണ്ടാവും. അത് നമ്മുടെ ആഹാര സാധനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ചെരുപ്പ് നമ്മുടെ അടുക്കളയിൽ വയ്ക്കാൻ പാടില്ല. അഥവാ നമുക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു കബോർഡ്, കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് വച്ചതിന് ശേഷം വേണം വയ്ക്കാം. പക്ഷെ കഴിയുന്നതും അടുക്കളയിൽ നിന്ന് ചെരുപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, അടുക്കള ഒരിക്കലും ഒരു ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറോ ആക്കരുത്. മനസ്സിലാവല്ലോ, മനസ്സിലായില്ല. എപ്പോഴും നമുക്ക് അടുക്കളയ്ക്കകത്ത് മെഡിസിൻസ് ഒക്കെ ഒത്തിരി കൊണ്ട് വയ്ക്കാറുണ്ട്. ഒരു കാരണവശാലും അടുക്കളയിൽ മെഡിസിൻസ് വയ്ക്കാനേ പാടില്ല. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലാതെ അടുക്കളയിൽ ഒരു കാരണവശാലും മെഡിസിൻസ് വയ്ക്കരുത്. അത് ഹൈലി നെഗറ്റീവ് എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യും. ഒരു കാരണവശാലും അടുക്കളയിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻസും നമുക്ക് അടുക്കളയിൽ വയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു നെഗറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ചെരുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കരുത്. 2, നമ്മൾ ഈ പറഞ്ഞ മെഡിസിൻസ് ഒന്നും കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ബ്യൂട്ടി ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് നിരത്തി വെക്കാൻ. ഞാൻ പഴയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫുള്ള് ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യും പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കാരണവശാലും പാടില്ല. മൂന്നാമത്തത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജലവും അഗ്നിയും ഒരിക്കലും അടുത്തടുത്തിരിക്കരുത്. ജലവും അഗ്നിയും ഒരിക്കലും അടുത്തടുത്ത് വയ്ക്കാൻ പാടില്ല. സിങ്കും സ്റ്റൗവും അങ്ങനെ നേർക്ക് ഒരേ രേഖയിൽ വരരുത്, അല്ലെങ്കിൽ ഫ്രിഡ്ജും സ്റ്റൗവും ഒരേ രേഖയിൽ വരരുത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനൊരു ചെറിയ റെമഡി നമുക്ക് ചെയ്യാൻ പറ്റും. ആ സിങ്ക് ഇരിക്കുന്നതിൻ്റെ സ്റ്റൗ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു ലൈവ് പ്ലാന്റ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോരാ, ഒരു ലൈവ് പ്ലാന്റ് നിങ്ങളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ
ജലം, മരം, അഗ്നി എന്നുള്ള ഒരു സൈക്കിൾ അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ആ, ഈ അഗ്നിയും ജലവും അടുത്ത് വരാൻ പാടില്ല. നമ്മൾക്ക് ഈ കുറച്ച് വെള്ളം എടുത്തൊക്കെ കൊണ്ട് കുടിക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വയ്ക്കുമ്പോൾ സ്ഥലത്ത് അടുപ്പിൻ്റെ അടുത്തൊന്നും കൊണ്ട് വയ്ക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ മാനസികാവസ്ഥയെ ഒത്തിരി അത് കൈകാര്യം ചെയ്യും. കുടുംബത്തിനകത്ത് വഴക്കും കാര്യങ്ങളൊക്കെ ഒത്തിരി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ കുറച്ചൊന്ന് വിശദമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അങ്ങനെ അതിൽ വരാറുണ്ട്. നമുക്ക് എന്താ പറയുക, സാമ്പത്തികം കൊണ്ടൊന്നും കൈ വച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഇരിക്കത്തില്ല. സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. വിട്ടുവിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 2 കാര്യങ്ങൾ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് വളരെ ശ്രദ്ധിച്ചോണം. വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഫെങ് ഷുയി എന്ന് പറയുന്നത്. ആ ഒരു അടുക്കും ചിട്ടയും നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ക്ലിയർ ചെയ്ത് നമ്മൾ എടുക്കുകയാകുമ്പോൾ നമുക്കൊരു വിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആ വീടിൻ്റെ ഡയറക്ഷനും അയച്ചു കഴിഞ്ഞാൽ, ഡയറക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങോട്ടാണ്, ഈസ്റ്റ് ആണോ, സൗത്ത് ആണോ, നോർത്ത് ആണോ, വെസ്റ്റ് ആണോ എന്നുള്ള ആണ് അയക്കേണ്ടത്. അപ്പോൾ അതും കൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതാണെന്നും നിങ്ങളുടെ ഭാഗ്യ ദിശകൾ എവിടെയൊക്കെയാണ് വരുന്നതെന്നും നിങ്ങളുടെ ഭാഗ്യ നിറം ഏതാണെന്നും അതൊക്കെ ഞാനിന്ന് അതിനകത്ത് പറഞ്ഞു തരാം. അത് നമുക്ക് വളരെ വളരെ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. കാരണം ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നാണ് നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അതറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അയച്ചോളൂ. പിന്നെ കുടുംബത്തിൽ മൊത്തമായിട്ട് എല്ലാവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചോളൂ. അതിനകത്ത് പ്രത്യേകം എഴുതേണ്ടതുണ്ട്. നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അറിയുവാനാണ് എന്ന് കൂടെ അതിനോടൊപ്പം മെൻഷൻ ചെയ്ത് വയ്ക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.